ശബരിമലയിൽ 18ാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനെ പോലീസ് എതിർക്കും. കൽത്തൂണുകൾ തീർത്ഥാടകരെ പടി കയറ്റിവിടുന്ന പോലീസിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാണ് സേനയുടെ നിലപാട്. ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 18ാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരെന്ന് ദേവസ്വം ബോർഡ് വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണവുമായി പോലീസ് എത്തുന്നത്. അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് പോലീസിന്റെ പരാതി. ശബരിമലയിൽ 18ാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്ന സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടികൾ തുടങ്ങിയിരുന്നു. ഇതിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും വിശദീകരണം തേടി. ഇതിനിടെയാണ് പോലീസും ഇതിനെ എതിർക്കുന്നത്. മഴയും കാറ്റുമുള്ള സമയത്ത് പടിപൂജ നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് 18ാം പടിക്ക് മുകളിൽ താൽക്കാലിക ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. കനത്ത മഴയുള്ളപ്പോൾ തീർത്ഥാടകർക്ക് പടി കയറാൻ സാധിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനും കഴിയുമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന് വിഷയത്തിൽ ഉരുണ്ടുകളിയാണ്. വിശദീകരണത്തിന് സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് കേസ് 19ലേക്ക് മാറ്റി. ഇതിനിടയിലാണ് പോലീസും എതിർപ്പുമായി രംഗത്ത് വന്നത്. കൊത്തുപണികളോടെയുള്ള കൽത്തൂണുകൾക്ക് മുകളിൽ ഫോൾസ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി. നിലവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പടിപൂജ ടാർപാളിൻ കെട്ടിയാണ് നടത്തുന്നത്. പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനാകും. ഇതോടൊപ്പം സ്വർണം പൂശിയ 18ാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം. തീർത്ഥാടകരെ 18ാം പടി കയറ്റാനായി പോലീസ് മുമ്പ് ഇരുന്നത് ഇപ്പോൾ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ്. ഈ സ്ഥലത്തിരുന്ന് തീർത്ഥാടകരെ ഉയർത്തി മുകളിലേക്ക് കയറ്റിവിടുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല. ഇത് കാരണം പടികയറ്റത്തിലെ വേഗത കുറഞ്ഞു. തൂണുകൾ വച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടായെന്ന് SP വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 1 മിനിറ്റിൽ 75 പേരെയെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയില്ലെന്ന് ADGP വ്യക്തമാക്കിയതും. ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ 18ാം പടി നിർമ്മാണത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. 18ാം പടിക്ക് മുകളിലെ മേൽക്കൂരയുടെ നിർമ്മാണം 18ാം പടിയുടെ ദൂരക്കാഴ്ച മറയ്ക്കുന്നുവെന്നായിരുന്നു പരാതി. പടിക്ക് ഇരുവശവും മുൻവശവും കണ്ടാൽ സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്നതായി ഒറ്റ നോട്ടത്തിൽ തോന്നും. 18ാം പടിക്ക് ഇരുവശങ്ങളിലുമായി വലിയ ഉയരത്തിൽ കോട്ടമതിൽ പോലെയാണ് നിർമ്മാണം. ഇതോടെ തിരുമുറ്റത്ത് പടിയുടെ വശങ്ങളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പടിയുടെ ദൃശ്യവും പടിപൂജയും കാണാൻ കഴിയില്ലെന്നും വിമർശനമുയർന്നു. ആവശ്യം കഴിഞ്ഞാൽ പടിയുടെ മുകളിലെ ഗ്ലാസ് മേൽക്കൂര നീക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പണി തുടങ്ങിയെങ്കിലും തീർത്ഥാടനമായിട്ടും പൂർത്തിയാകാത്തതിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് മേൽക്കൂര നിർമ്മാണം. ഇതിനിടയിലാണ് പരാതിയുമായി പോലീസും എത്തുന്നത്. പടികയറ്റം സാവധാനത്തിലായതുകൊണ്ട് ക്യൂ നീളുകയും 18 മണിക്കൂറോളം ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കേണ്ടി വരുന്നതും വലിയ വിവാദമായിരിക്കുകയാണ്. നേരത്തെ പോലീസുകാർ പടിയുടെ ഒരു വശത്തു നിന്നും കുറച്ച് ഭാഗങ്ങളിൽ കയറി ഇരുന്നും അനായാസം ഭക്തരെ പടി കയറ്റി വിട്ടിരുന്നു. എന്നാൽ വലിയ കൽത്തൂണുകൾ വന്നതോടെ പോലീസുകാർക്ക് സൗകര്യമായി നിന്ന് പടിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇത് പടികയറ്റ വേഗതയെ ബാധിക്കുന്നുണ്ട്. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് 18ാം പടിക്ക് മേൽക്കൂര എന്ന പേരിൽ പടിയുടെ ഇരുഭാഗങ്ങളിലുമായി നിരവധി തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്.